കുട്ടിബോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് പേപ്പർ ക്രാഫ്റ്റുകളാണ്. നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലിരിപ്പാണ്. വെറുതെ നമ്മൾ ആ സമയത്ത് ഫോണൊക്കെ എടുത്ത് വെച്ച് കളിക്കുന്ന സമയമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റുകൾ ചെയ്ത് നോക്കാം. ഇത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പാരൻസിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ഈ ക്രാഫ്റ്റ് നമുക്ക് റൂം ഡെക്കറേറ്റ് ചെയ്യാനും വിസിറ്റേഴ്സ് റൂം ഉണ്ടെങ്കിൽ അവരെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. അപ്പം നമുക്ക് ക്രാഫ്റ്റിലേക്ക് പോകാം. ഞാനിവിടെ ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേറ്റീവ് ക്രാഫ്റ്റാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന 2 കളർ പേപ്പറുകളാണ്. ഒന്ന് റെഡും ഒന്ന് ഗ്രീനും. അപ്പം നമുക്ക് റെഡിൽ നമുക്കൊരു റോസാപ്പൂ ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് റോസാപ്പൂ ഉണ്ടാക്കാൻ നമുക്ക് പേപ്പർ ആദ്യം ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്യണം. നമുക്ക് ഈ മുഴുവൻ പേപ്പറും വേണ്ട, ഇതിൻ്റെ 3/4 മതിയാവും. കുറച്ച് വലിയ പൂവായിരിക്കട്ടെ. കട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഒരു പെൻസിൽ ഉപയോഗിച്ച് ഇതിൽ ചെറിയ സർക്കിൾ വരയ്ക്കാം. സെമി സർക്കിളല്ല, ഇങ്ങനെ റൊട്ടേഷൻ പോലെ. നിങ്ങൾ നോക്കി മനസ്സിലാക്കിക്കോ, എനിക്കത് എങ്ങനെ പറയണമെന്നറിയില്ല. ഇങ്ങനെ നമ്മൾ ചുമ്മാ വരയ്ക്കത്തില്ലേ, പക്ഷെ ഒരേ അളവായിരിക്കണം. എന്നാൽ കുറച്ച് വലിയ പൂ കിട്ടും. മറ്റേ അളവ് വ്യത്യാസം വന്നാലും കുഴപ്പമൊന്നുമില്ല. ചുറ്റി നമ്മൾ തിരിച്ച് തന്നെ റൊട്ടേറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധയോടെ ചെയ്താൽ മതി. കണ്ടല്ലോ, ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾ വരയ്ക്കുക ആദ്യം. എന്നിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. വരച്ചത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു റോസാപ്പൂ ഉണ്ടാക്കാം. ഞാനിത് കാണുമ്പം എനിക്ക് ആദ്യം ഇതെങ്ങനെ ഉണ്ടാക്കും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അതിനെ കാണുമ്പോൾ പക്ഷെ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നീട് ചെയ്ത് നോക്കിയപ്പോൾ വളരെ ഈസിയാണ്. നമ്മൾ കാണുന്ന പോലെയല്ല, ചെയ്ത് നോക്കണം. ഇങ്ങനെ സർക്കിൾ ഷേപ്പിൽ ഞാൻ കുറച്ച് ലൈൻ വിട്ടാണ് വെട്ടിപ്പോയത്. കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ശരിക്കും ആ ലൈൻ കറക്റ്റായിട്ട് വന്നാൽ അതിൻ്റെ മേലെ കൂടെ തന്നെ കട്ട് ചെയ്ത് പോയാൽ ഒരളവ് കിട്ടും. ഇവിടം വരെ അത് ഫുൾ കട്ട് ചെയ്യണ്ട. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. കണ്ടില്ലേ, നമ്മളെ കൊതുക് തിരി പോലെ ഉണ്ടല്ലേ കാണാൻ. കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതിനെ ഒരേ ഷേപ്പിൽ കട്ട് ചെയ്യണം. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ചുറ്റുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചുറ്റുന്ന ഈ ഭാഗം കറക്റ്റായിരിക്കണം. മേളിലോട്ട് നമ്മൾ ശ്രദ്ധിക്കാനേ പോകണ്ട, പക്ഷേ ഈ ഭാഗം കറക്റ്റായിരിക്കണം. എല്ലാവരും ഇപ്പോൾ സമയമുണ്ട് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇത് കേട്ടോ, ഇവിടം വരെ. എന്നിട്ട് നമ്മളതിനെ ഇങ്ങനെ ആക്കണം. തിരിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വിടണം. കണ്ടോ, നമുക്കൊരു അടിപൊളി റോസാപ്പൂ കിട്ടിയില്ലേ. കണ്ടോ. എന്നിട്ട് നമുക്ക് ലാസ്റ്റത്തെ ഭാഗം ഗം ചെയ്യാം. ഇത് ഫുള്ളായിട്ട് നമുക്കങ്ങ് ഗം ചെയ്ത് കൊടുക്കാം. പശ തേക്കാം. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ പോർഷൻ ഇതിനകത്ത് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്യണേ.
കണ്ടില്ലേ, മനോഹരമായൊരു റോസാപ്പൂ. അടുത്ത് നമ്മൾ ലീഫ് ഉണ്ടാക്കാൻ പോവാണ്. ലീഫിനായിട്ട് നമ്മൾ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ലീഫ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലീഫിനും ഇതിൻ്റെ പകുതി മതിയോ? പകുതിയല്ല, കുറച്ച് മതി. ചെറിയ റോസാപ്പൂല്ലേ നമ്മൾ ഉണ്ടാക്കിയത്, അപ്പോൾ കുറച്ച് മതിയോ? ഇത്രയും മതി നമുക്ക് ഉപയോഗിക്കാൻ. ഇത് മാറ്റാം. എന്നിട്ട് ഇതിന് ഇങ്ങനെ മടക്കണം. വീണ്ടും അതിനെ ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇങ്ങനത്തെ 2 ഷേപ്പുള്ള കാർഡായിട്ട് കിട്ടി. എന്നിട്ട് ഇതിനെ വീണ്ടും ഈ കോർണറും യോജിപ്പിക്കണം. അതിനുപോലെ നമ്മളിങ്ങനെ. അപ്പം ചെറിയൊരു വ്യത്യാസം ഉണ്ട് അളവിൽ. ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതിനെ വീണ്ടും ഇങ്ങനെ കട്ട് ചെയ്യാം. ഈ 2 കഷ്ണം പേപ്പറിൽ നിന്ന് 4 ഇല നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ കോർണർ ഭാഗത്തുനിന്ന് ഇങ്ങനെ മടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. കണ്ടല്ലോ. അപ്പോൾ നമുക്കിങ്ങനൊരു ഷേപ്പ് കിട്ടി. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ മടക്കുക. ഈ 2 അറ്റങ്ങൾ തമ്മിൽ യോജിപ്പിക്കുക. കണ്ടോ, ലീഫായില്ലേ? നമുക്കിവിടെ പശ തേക്കാം. കണ്ടോ, ലീഫ് റെഡിയായി. കണ്ടില്ലേ നമ്മൾ എത്ര എളുപ്പത്തിലാണ് ഈ റോസാപ്പൂവും ഈ ഇലയും ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ അതുപോലെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറിൽ ഞാൻ കുറച്ച് റോസാപ്പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് ലീഫും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് അതൊക്കെ. ഒരു വലിയ സൈസും പിന്നെ ബാക്കി കുറച്ച് ചെറിയ സൈസുമായിട്ടുള്ള പൂക്കളാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ കുഞ്ഞായിട്ടുള്ള 3 പൂക്കളും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇലകൾ. ഇതിനെ ഇനി ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ആവശ്യം ഈ സൈസിലുള്ള ഒരു കാർഡ്ബോർഡാണ് ആവശ്യം. അത് നമുക്കൊരു സർക്കിൾ ചെയ്യാം. അത് നമുക്ക് കട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് അതിനെ സർക്കിൾ ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം ആ ഷേപ്പിന്. കണ്ടോ, ഇങ്ങനത്തെ ഷേപ്പിൽ നിങ്ങളൊരു സർക്കിൾ ഷേപ്പിൽ കോമ്പസ് ഉപയോഗിച്ച് വരച്ചിട്ട് കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ആദ്യം ഉണ്ടാക്കിയ വലിയ സൈസ് ഫ്ലവറിൻ്റെ പുറകിൽ ഗം തേച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ കാർഡ്ബോർഡിൻ്റെ മധ്യത്തായിട്ട് വയ്ക്കുക. പിന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഫ്ലവർ ഇതിന് ചുറ്റും ഒട്ടിച്ചെടുക്കുക. നമ്മളെല്ലാ ഫ്ലവേഴ്സും വെട്ടി നമ്മൾ റൗണ്ട് സർക്കിൾ ഷേപ്പിൽ വെട്ടിയെടുത്ത കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കഴിഞ്ഞു. ഇത് ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് ലീഫ്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ലീഫില്ലേ, ലീഫിനെയും കൂടെ നമുക്കിതിനകത്ത് ഒട്ടിച്ച് ചേർക്കാനുണ്ട്. അതെങ്ങനെയെന്ന് നോക്കാം. ഇനി അടുത്ത ലീഫ് ഒട്ടിക്കാൻ നമ്മൾ ഈ
കാർഡ്ബോർഡിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ സ്പേസ് ഉണ്ട് കണ്ടോ, അവിടെയാണ് നമ്മൾ ലീഫ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഗം ചെയ്ത് ഒട്ടിക്കാം. കണ്ടോ, ഇങ്ങനെ ഓരോരുത്തായിട്ട് നമ്മൾ ഒട്ടിക്കണം. കണ്ടില്ലേ, ഞാൻ ലീഫുകളെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. കാണാൻ നല്ല മനോഹരമായിട്ടില്ലേ? നമുക്കിതിൽ 3 ഫ്ലവറും കൂടെ ഹാങ് ചെയ്തിടാം. ഹാങ് ചെയ്യാനായിട്ട് നമുക്കിതിലൊരു ചരട് ആവശ്യമാണ്. ആ ചരട് ഞാൻ ഉണ്ടാക്കിയത് സ്റ്റിച്ചിങ് നൂല് വെച്ചിട്ടാണ്. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. ഹാങ് ചെയ്യാനുള്ള ചരട് ഉണ്ടാക്കുന്നതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് 3 സ്റ്റിച്ചിങ് നൂലുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്റ്റിച്ചിങ് നൂലിൻ്റെ വലിപ്പം കണ്ടല്ലോ, ഇത്രേ കാണുള്ളൂ. പക്ഷെ നമ്മളതിനെ ഒരു 4-5 മടക്കായിട്ട് എടുക്കണം, കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആക്കാം. അതേപോലെ 3 കളറും അങ്ങനെ എടുക്കുക. ഇത് 3ഉം യോജിപ്പിക്കണം. ഒരു കെട്ടിടാം നമുക്ക്. എന്നിട്ട് സാധാരണ നമ്മൾ തലമുടിയൊക്കെ പിന്നത്തില്ലേ, അതുപോലെ ഇങ്ങനെ പിന്നാം. ഹാങ് ചെയ്യാനുള്ള ചരടുകൾ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഹാങ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്. ഒന്ന് നീളമുള്ള ചരടും ഒന്ന് കുറച്ച് നീളം കുറഞ്ഞതുമാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം നീളമുള്ളതിന് നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാം. കണ്ടോ? ഇനി ഇതിൽ ഈ ഫ്ലവറിനെ ഒട്ടിച്ചെടുക്കാം. അതിന് നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ലീഫും കൂടെ വെച്ച് കൊടുക്കാം. ഡബിൾ സൈഡ് സ്റ്റിക്കർ ആയതുകൊണ്ട് ലീഫും നൂലും ഫ്ലവറും ഒരുമിച്ചിരിക്കും. അങ്ങനെ നമ്മുടെ മനോഹരമായ ഹാങ്ങിങ് ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ തിരിഞ്ഞൊക്കെ വരുന്നത്. ഭിത്തിയിൽ നമ്മളിങ്ങനെ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഇതാ ബാക്കിൽ കണ്ടോ, ഇതിൻ്റെ സ്റ്റിക്കർ പീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഭിത്തിയിൽ ഒട്ടിച്ച് വയ്ക്കാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് നമുക്കൊരു ചരട് കെട്ടി മുകളിൽ തൂക്കിയിടാം. അപ്പോൾ ഭിത്തിയുടെ സപ്പോർട്ട് വരുമ്പോൾ ഫ്ലവറെല്ലാം ഇങ്ങനെ തന്നെ നിൽക്കും. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ?